നീയൊക്കെ വീട്ടിൽ കുത്തിരുന്നിട്ടേ കുത്തുപുസ്തകമല്ല വായിക്കണ്ടേ, ബൈബിൾ എടുത്ത് വായിക്കും. അപ്പം നീ ഇതുപോലത്തെ കോണ്ടസ്റ്റിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും നീ കാണും. അപ്പം പിന്നെ നീ ഒന്നും വാ തുറക്കാൻ ഈ വഴിയിലോട്ട് വരില്ല. ഇത് തന്നെയാണ് ഗീതയിലും രാമായണത്തിലും മഹാഭാരതത്തിലും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ സംഘികളെ അല്ലെങ്കിൽ കമ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കാമിതട്ട ഒരു പോസ്റ്റ് ഇന്ന് കണ്ടു കേട്ടോ. ആ പോസ്റ്റിലെ മറുപടി നേരിട്ട് മറുപടിയിലേക്ക് കിടക്കാൻ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടണമൊന്നുമില്ല. പോസ്റ്റ് ഇതായിരുന്നു: വലത് കൈയും ഇടത് കാലും ജൂലൈ 4 അറ്റം പോകാത്ത ഓർമ്മകൾക്ക് ഇന്നും 15 വർഷം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഖുർആന്റെ ഒരു കോട്ടിംഗ് ആണെന്നും പറഞ്ഞിട്ട് കോട്ടിംഗ് എടുത്തിട്ട്, അതായത് ആ കോട്ടിങ്ങിൽ പറയുന്നത് അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുന്നത് മാത്രമാണ്. ഇതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ 5:33 എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈയും കാലും കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയും കൂടാണ് നമ്മുടെ കാമി ഇട്ട് കൊടുത്തത്. ആ കാമി ഇട്ട പോസ്റ്റിന് താഴത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ പരസംഖികളും പരമാണി സംഖികളും കൂട്ടത്തിൽ കൃസംഖികളും മുസംഖികളും ഒക്കെ ആർത്തുല്ലസിച്ചിട്ട് വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും കമൻസും ഇടുന്നത് കണ്ടു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടും, അതുകൊണ്ട് 2 സെഷനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഈ സംഖികൾക്കും കൃസംഖികൾക്കും ഈ 2 കൂട്ടർക്കാണല്ലോ നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഖുർആനിലും അല്ലെങ്കിൽ ബൈബിളിലും ഗീതയിലും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അതൊക്കെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട്, ഒരു കോണ്ടസ്റ്റ് ബേസ്ഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ ദുരാചാരങ്ങൾ നടക്കുന്ന സമയത്ത്, അതായത് ധർമ്മവും അധർമ്മവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ദുരാചാരങ്ങൾ നടക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ ക്ലിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്യങ്ങൾ ഇറങ്ങി വെച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന്. അതാണ് ബുക്കുകളിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഈ എന്താ പറയുക മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് ഗീത ഇറക്കപ്പെടുന്ന ആ സമയത്താണ്. ആ സമയത്ത് ധർമ്മം അധർമ്മത്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് ധർമ്മത്തിനെ ചോദ്യം ചെയ്ത് ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ ധർമ്മിഷ്ഠരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് അധർമ്മം ചെയ്യുന്ന ആരുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ കൊന്നൊടുക്കുക അല്ലെങ്കിൽ നാട് കടത്തുക അല്ലെങ്കിൽ ജയിലിടുക എന്നാണ് കൃഷ്ണൻ വരെ പറഞ്ഞത്. ആ ഒരു പോർഷൻസ് ഞാൻ എല്ലാത്തിലോട്ടും വരെ നമുക്ക് തുടക്കത്തിൽ ഇപ്പം നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾ നേരെ തൊട്ട മുമ്പത്തെ ബൈബിളിലോട്ട് ചാടാം. നമുക്ക് ബൈബിൾ ഒന്നല്ല, ബൈബിളിൻ്റെ 2 പോർഷനിലോട്ട് നമുക്ക് ചാടാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലോട്ടും നമുക്ക് ചാടാം. അപ്പം നമുക്ക് ആദ്യം തന്നെ പുതിയ നിയമത്തിലെ 2 വാക്യങ്ങൾ എടുത്തിട്ടാവാം ഇതിനുള്ള മറുപടി ഫസ്റ്റ് കൊടുക്കുന്നത്. നേരിട്ട് വാക്യത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ നമ്മൾ ഒന്ന് രണ്ടല്ല പല സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ലൂക്കോസിൻ്റെ ലേഖനമാണ് കേട്ടോ. ലൂക്കോസിൻ്റെ ലേഖനത്തിൽ 17-ാം അധ്യായത്തിലാണ്. 17-ാം അധ്യായത്തിൽ 2-ാമത്തെ വാചകമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു വാചകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സംശയമുള്ളവർക്ക് കേൾക്കാം, പഠിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ലൂക്കോസിൻ്റെ 17-ാമതിൽ 2-ാം അധ്യായം, ആ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഇവൻ ഈ ചെറിയവരിൽ ഒരാളെ പ്രലോഭിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വലിയ കല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിലേക്ക് എറിഞ്ഞു കളയുന്നതാകും നല്ലത്. ഇത് പറഞ്ഞത് യേശുവാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടാണ് ലൂക്കോസിൻ്റെ അധ്യായത്തിൽ വചനത്തിൽ ഇത് പറയപ്പെടുന്നത്. കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ 3-ാമത്തെ ഇത് വരുന്നുണ്ട്. 3-ാമത്തെ ഇതിൽ വേഷം വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ, നിന്റെ സഹോദരൻ പാപം ചെയ്താൽ അവനെ ശാസിക്കണം, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കണം. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് പാപം ചെയ്യുകയും 7 പ്രാവശ്യം നിന്നോട് അവൻ്റെ എന്താ പറയുക മാനസാന്തരപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവനോട് ക്ഷമിക്കണം, അതല്ലെങ്കിൽ അവൻ്റെ കഴുത്തിൽ കല്ല് താത്തി കടലിൽ എറിഞ്ഞോളാനാണ് പറഞ്ഞത്. ഇത് ഒരു കോണ്ടക്ച്വൽ ബേസിൽ പറഞ്ഞതാണ്, ഒരു സിറ്റുവേഷൻ ബേസ് പറഞ്ഞതാ. യേശു അല്ലെങ്കിൽ ഈ പറഞ്ഞ നിന്റെ സഹോദരനെയും അല്ലെങ്കിൽ പാപം ചെയ്യുന്നവനെയും കടലിൽ എറിയാൻ പറഞ്ഞിട്ടില്ല. അതല്ല യേശു പറഞ്ഞത്, ബൈബിളിൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ തോമസ് മാഷിൻ്റെ ഈ ഇതും വെച്ചിട്ട് കാമിതനെ പോലത്തെ പിറക്കികൾ ഓരോ സാധനങ്ങളിട്ട് ഈ പാവപ്പെട്ട സംഘികളെയും കൃസംഘികളെയും മുസംഘികളെയും പറ്റിക്കുന്നത്. ഇത് തന്നെയാണ് ആരിഫും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞത് ലൂക്കയുടെ കാര്യം കേട്ടോ. ഇനി ലൂക്കോസിൻ്റെ കാര്യമാണ്. അടുത്ത് നമ്മൾ മത്തായിയുടെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. മത്തായിയുടെ ലേഖനത്തിലെ 18-ാം അധ്യായം 6-ാം വചനമാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് മലയാള പരിഭാഷ അതുപോലെ സൈഡിൽ വെച്ച് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അതുകൂടെ കേൾക്കാൻ നമ്മൾ ഫോൺ എടുത്തുട്ടോ. നമ്മൾ ഫോൺ എടുത്തു, മലയാളം ബൈബിൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ തപ്പി നമ്മളിവിടെ എത്തണം. മത്തായി നോക്കണം അല്ലേ. മത്തായിയുടെ നോക്കുമ്പോൾ ഒരു സാധനം മത്തായി കിട്ടി. മത്തായിലെ 18-ാം അധ്യായം നമ്മൾ എടുക്കുന്നു. അതിൽ 6-ാമത്തെ വചനം നമ്മൾ എത്തിട്ടോ.
അതിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവരിൽ ഒരുവനെയും ആരെങ്കിലും പാപത്തിലേക്ക് നടത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ ആഴ്ത്തി താഴ്ത്തണം, അതാണ് അവന് നല്ലത്. ഞാൻ അവിടെ നിന്ന് കഴിയുന്നില്ല. അതിൻ്റെ നമ്മൾ 6 7-ാമത്തത് അതിൻ്റെ കാരണമായിട്ടാണ് പറയുന്നത്. 7-ാമത്തെ വചനം, ഇടർച്ച ഹേതുവായ ലോകത്തിന് അയ്യോ കഷ്ടം, അങ്ങനെയുള്ള സമയത്ത് വരേണ്ടത് തന്നെ എങ്കിൽ ഇടർച്ച വരുന്ന മനുഷ്യന് അയ്യോ കഷ്ടം, നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്തത് വരുന്നത്, 2 കൈയും കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലതാണ്. അതായത് എതിർത്തവനെ നേരിട്ട് കല്ല് കെട്ടി താഴ്ത്തണം. അതല്ല നിന്റെ കയ്യും കാലുമാണ് പാപം ചെയ്യുന്നതിൽ നിന്റെ കയ്യോ കാലം അങ്ങ് കെട്ടുകളയുക. ഇനി അതും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 9-ാമത്തെ വചനം വീണ്ടും, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ പിഴുതെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിക്കിരയിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. അതായത് നിന്റെ കണ്ണാണ് പാപം ചെയ്യുന്നത്, നിന്റെ കണ്ണങ്ങ് ചുഴന്ന് കളഞ്ഞേക്ക്. കണ്ണൊക്കെ ഉണ്ടായിട്ട് അവസാനം മരിച്ച് പരലോകത്ത് ചെന്ന് ഈ പറഞ്ഞ വെന്തുരുകുന്ന നരകത്തിലോട്ട് പോകുന്നേക്കാൻ നല്ല ഇപ്പം നീ കണ്ണ് വേണ്ടാത്തങ്ങ് ജീവിക്കുക എന്നാണ് പറഞ്ഞത്. ഇതാണ് പുതിയ നിയമത്തിലെ മത്തായി പറഞ്ഞതും ലൂക്കോസ് പറഞ്ഞതുമായിട്ടുള്ള അധ്യായങ്ങളിലെ വചനങ്ങൾ. ഇനി നമുക്ക് പഴയ നിയമത്തിലും കൂടെ ഒന്ന് പോവാം. നമ്മൾ പുതിയത് മാത്രം എടുത്തു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആരും വരുത്തരുത്. പഴയ നിയമത്തിലെ ആവർത്തനത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ വീണ്ടും ഫോൺ ഓപ്പൺ ചെയ്യുന്നു, മലയാളത്തിൽ ബൈബിൾ എടുക്കുന്നു, അതിനെ പഴയ നിയമത്തിലെ ആവർത്തനത്തിൽ വേർഷൻ 17-ാം അധ്യായത്തിലെ 1-2 കാര്യങ്ങളോട്ട് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് 17-ാം അധ്യായം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ഇത് പറയുന്നത്, ഏതെങ്കിലും ന്യൂനതയോ വൈരൂപ്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായി യഹോവയ്ക്ക് യാഗം കഴിക്കരുത്, അത് നിന്റെ ദൈവമായി യഹോവയ്ക്ക് വെറുപ്പാകുന്നതോടുകൂടി തന്നെ. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ കഴിഞ്ഞ് 2-ാമത്തെ ഇതിലോട്ട് നമ്മൾ പോകുന്നതാണ്. അതിൻ്റെ 1-ാമത്തെ വാചകമായിരുന്നു അത്. 2-ാമത്തെ വാചകത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അതിൽ പറയപ്പെടുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത് അവൻ്റെ നിയമം ലംഘിക്കാൻ പാടില്ല. അതിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പം, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ശേഷമുള്ള ആകാശത്തിലെ സൈന്യത്തെയോ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനോ സ്ത്രീയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് നിനക്ക് അറിവ് കിട്ടിയാൽ നീ നല്ലവണ്ണം പരിശോധിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛമായ ഇസ്രായേലിൽ നടക്കുന്നു എന്നത് വാസ്തവവും കാര്യം യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ, നമ്മൾ 5-ലോട്ട് ചാടും, ആ ദുഷ്കാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 നമ്മളിപ്പോൾ മത്തായി എടുത്തു, നമ്മൾ ലൂക്കോസ് എടുത്തു, നമ്മൾ പഴയ നിയമത്തിൽ ആവർത്തനം എടുത്തു. ഇതിലെല്ലാം നിനക്കെതിരെ, അതല്ലെങ്കിൽ നിന്റെ മതത്തിനെതിരെ, അല്ലെങ്കിൽ നിന്റെ യഹോവക്കെതിരെ, നിന്റെ ദൈവത്തിനെതിരെ അധർമ്മം പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിച്ച് കഴിഞ്ഞാൽ കല്ല് താഴ്ത്തി കടലിൽ താഴ്ത്തണം, കല്ല് അരയിൽ കെട്ടി താഴ്ത്തണം, കണ്ണ് ചൂഴ്ന്നെറിയണം, കാല് വെട്ടണം, കൈ വെട്ടണം, അതല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം, റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞത് നിന്റെ മുമ്പിൽ വരുന്ന സകലമായ ആളുകളെയും കൊല്ലാനല്ല. ഇപ്പം ക്രിസ്ത്യൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എത്രയോ പേര് കാണുന്നുണ്ട്. യേശു എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പം അതായത് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കാതെ യേശു പറഞ്ഞ കാര്യം ഇതാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കല്ലെറിഞ്ഞ് കടലിൽ താഴ്ത്താനും കൊല്ലാനും ആരും പോകുന്നില്ല. അതല്ല യേശു പറഞ്ഞത് എന്നുള്ളത് സാമാന്യ ബോധമുള്ള മനുഷ്യന് മനസ്സിലാവും. അത് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു കോണ്ടസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എല്ലാവർക്കും. ഇത് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതേ പോർഷൻസ്. ഇതിൻ്റെതായത് ഏതെങ്കിലും ക്രിസംഗികൾ വന്ന് കമൻറ്റിട്ട അണ്ണാക്കിൽ തീട്ടം കയറ്റി വിടേണ്ടി വരും, അമ്മതിരി ചെറ്റകളെ. അതുകൊണ്ടാണ് ക്രിസംഗി മരവാണങ്ങളെ നിങ്ങളോട് പറയുന്നത്. ഈ ജാമിതിയും ആരിഫും കുത്തിക്കുറിച്ചിടുന്ന സമയത്ത് അതിൻ്റെ 10 ഇരട്ടി തെളിവും അതിൻ്റെ അപ്പുറത്തോട്ടുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റി നിന്റെ കണ്ണാക്ക് തിരികാൻ അറിയാത്തോണ്ടല്ല. ഇപ്പൊ കണ്ടല്ലോ, നീ ഉണ്ടെങ്കിൽ നീ ഒന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. നീയൊക്കെ വീട്ടിൽ കുത്തിരുന്നിട്ടേ കുത്തുപുസ്തകമല്ല വായിക്കണ്ടേ, ബൈബിൾ എടുത്ത് വായിക്കും. അപ്പം നീ ഇതുപോലത്തെ കോണ്ടസ്റ്റിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും നീ കാണും. അപ്പം പിന്നെ നീ ഒന്ന് വാ തുറക്കാൻ ഈ വഴിയിലോട്ട് വരില്ല. ഇത് തന്നെയാണ് ഗീതയിലും രാമായണത്തിലും മഹാഭാരതത്തിലും പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പോഷൻ വരുന്നുണ്ട്, ഞാൻ എടുത്തു തരാം. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് വീഡിയോ ലെങ്ത് കൂട്ടരുത് വെച്ചിട്ടുള്ള ഒറ്റ കാരണം കൊണ്ട് അപ്പോൾ അടുത്ത് നാളെ തന്നെ അടുത്ത പോഷൻ വരുന്നുണ്ട് അവൻ്റെ അണ്ണാക്കിലോട്ട്, സംഖിൻ്റെ അണ്ണാക്കിലോട്ട്. ഇത് ക്രിസംഖിൻ്റെ അണ്ണാക്കിലോട്ടാണ്. ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. ഇമാതിരി ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഈ മാതിരി കൂതറ ചെറ്റകൾ ഇതുപോലത്തെ പലതും കൊണ്ടുവരും. എച്ചിലുകളായിട്ടും പരമനാറി ടീച്ചർമാരെ പേരും പറഞ്ഞിട്ട്. ആ ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആ ടീച്ചേഴ്സിനെ മൊത്തം അവർക്ക് എന്താ പറയുക, ഒരു അപ്പമാമായി ജീവിക്കുന്ന കുറേ നായിൻ്റെ മക്കൾ എന്ന് വേണേൽ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഈ ചെറ്റകൾ ഇങ്ങനത്തെ പറയാൻ നടക്കും. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കുക.
എന്താണ് മതം, മതത്തിൽ എന്താണ് പറഞ്ഞത്, മതത്തിൽ പറഞ്ഞ നല്ല കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ട് മതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്, അത് കാരണം എന്തായിരുന്നു, അന്നത്തെ അത് എഴുതപ്പെട്ട സാഹചര്യം എന്തായിരുന്നു, അതിനാണ് നമ്മൾ സംസാരിക്കുക. നമ്മളിവിടെ ഇതും പറഞ്ഞിട്ട് ഈ മുസ്ലിം ഇങ്ങനെ, ക്രിസ്ത്യാനി ഇങ്ങനെ, ഹിന്ദു ഇങ്ങനെ എന്ന് പറഞ്ഞ് തമ്മിലടുപ്പിക്കാനല്ല ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത്. ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ഡാഷുകളെ മനസ്സിലാക്കി. ഇനി അതൊന്നും പോരാ, ഇതൊക്കെ ബൈബിളിൽ ഇതിൽ എഴുതിയ പഴയ കാലങ്ങളിലെ പഴയ കാര്യങ്ങളാണ്. നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ അവസ്ഥ, അതായത് ഒരു കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പലതും നമ്മുടെ നാട്ടിലെ പല സയൻറ്റിസ്റ്റുകൾ, നമ്മളിപ്പം വലിയ കാര്യങ്ങളായിട്ട് എടുക്കുന്ന പല ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, അത് ഇത് എന്നും പറഞ്ഞ് എടുക്കുന്ന ഇവരെ പോലത്തെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കാലത്ത്. എന്തിനാണ് കൊന്നത് നിൽക്കാറും? അവരന്ന് സയൻറ്റിഫിക്കലി പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച സമയത്ത് അന്നത്തെ ലോകം ഭരിച്ചിരുന്ന ഈ സയൻസിൽ വിശ്വസിക്കാത്ത ചില മതവിഭാഗത്തിൽ വിശ്വസിച്ച ആളുകൾ ഈ പറഞ്ഞ ആളുകളെ കൊന്നൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അന്ന് കൊന്ന ഒരുപാട് പേരുണ്ട്. ജിയനാർഡോ ബ്രൂണോ, അതുപോലെ തന്നെ എനിക്കിപ്പം മനസ്സിൽ വന്ന പേര് അതുപോലെ വേറെ 1-2 പേരുണ്ട്. ഗലീലിയോയുടെ തത്വത്തിനെ വരെ എതിർത്ത് സംസാരിച്ചായിരുന്നു അന്നത്തെ മതത്തിനെ ഫോളോ ചെയ്ത ആളുകൾ. ജിയനാർഡോ ബ്രൂണോനൊക്കെ കൊന്നെന്ന് പറഞ്ഞത് അന്നത്തെ കാത്തലിക് ഇതിൽ വരുന്നത്, കാത്തലിക് ശിക്ഷാവിധിക്ക് പ്രകാരം പുള്ളിനെ അന്ന് കൊന്നു കളഞ്ഞത്. അതുപോലെ ഗലീലിയോക്കെതിരെ അങ്ങനെ കുറേ പേരുണ്ട്. ഇങ്ങനത്തെ ആളുകൾ എടുത്തിട്ട് അന്നത്തെ മതവിധി പറഞ്ഞു. അതെല്ലാം നമ്മുടെ ഇന്നത്തെ രാജ്യം, ഇന്നത്തെ കാലം അങ്ങനെയല്ല. അന്നത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്, കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ആളെ കൊന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആൾക്കാരുടെ ഇടയിലിട്ട് ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാണ്ടിരിക്കുക. എൻ്റെ പൊന്ന് കാമിത, നീയൊക്കെ നിൻ്റെ തന്തക്കും തള്ളക്കും, നിന്റെ കൂടെ നടക്കുന്ന കെട്ടിയവൻ എന്ന് പറയുന്ന നിന്റെ കൂടെ നടക്കുന്ന ആ ചെറ്റയ്ക്കും, പിന്നെ നിന്നിലുണ്ടായ പണ്ടവർക്ക് ആർക്കുണ്ടായി അതെന്തോ ആവട്ടെ ഉണ്ടായെന്നും പറഞ്ഞ് നീ കൂടെ കൊണ്ടുവന്ന കുട്ടികളുടെ വായിലോട്ടൊക്കെ നീ ഇങ്ങനെ ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഈ കുത്തിക്കയറ്റുന്ന തീട്ടണ്ടല്ലോ, ഒരു കാലത്ത് തിരിച്ചടി പെട്ടപ്പെടാൻ നിനക്കൊക്കെ കിട്ടും. അപ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. അല്ലാത്തൊരു ജന്മങ്ങളാണ് നിങ്ങളൊക്കെ.